പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വാസസ്ഥലമായ ഭൂമി സൗരയൂഥത്തിലെ ഒരംഗമാണ്. സഹോദര ഗ്രഹങ്ങളിൽ നിന്ന് ജൈവഘടന നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം ഭൂമി മാത്രമാണ്. മനുഷ്യന് ചുറ്റും കാണുന്നതും പ്രകൃതിദത്തവുമായ അവസ്ഥയാണ് പരിസ്ഥിതി എന്ന് നാം പറയുന്നത്. എല്ലാവിധത്തിലുള്ള ജന്തുക്കളും സസ്യങ്ങളും അടങ്ങുന്നതാണ് പരിസ്ഥിതി. ഇതൊരു ജൈവഘടനയാണ്. ഒന്നിലെ മറ്റൊന്നിൻ്റെ ആശ്രയമില്ലാതെ ഇവിടെ ജീവിക്കാനാവില്ല. ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മറ്റു സസ്യങ്ങളും ജന്തുക്കളും ആവശ്യമാണ്. ഇങ്ങനെ പരസ്പരാശ്രയത്തിലൂടെ ജീവിക്കുമ്പോൾ പരിസ്ഥിതിയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. ഈ മാറ്റം ഒരു പ്രതിഭാസമായി തുടരുകയും മാറ്റങ്ങളിൽ തുടർച്ച നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ പരിസ്ഥിതി തകരാറിലായി എന്ന് നാം പറയുന്നു. ആരാണ് പരിസ്ഥിതിയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ? എന്തെല്ലാം കാരണങ്ങളാണ് പരിസ്ഥിതിയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിലുള്ളത്? നമുക്ക് നോക്കാം. എന്താണ് പരിസ്ഥിതി സംരക്ഷണം? മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുന്നതിലൂടെയോ പരിസ്ഥിതി മലിനീകരണ വസ്തുക്കളുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിലൂടെയോ പരിസ്ഥിതിയുടെ ഭൗതിക ഗുണം നിലനിർത്തുന്നതിനോ പുനഃസ്ഥാപിക്കുന്നതിനോ ഉള്ള ഏതൊരു പ്രവർത്തനത്തെയും പരിസ്ഥിതി സംരക്ഷണമെന്ന് പറയുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത എന്തെല്ലാമെന്ന് നോക്കാം. ആരോഗ്യകരമായ ജീവിതത്തിനും ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനും പരിസ്ഥിതി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ഭൂമി വിവിധ ജീവജാലങ്ങളുടെ വീടാണ്. നാം എല്ലാവരും വായു, ജലം, ഭക്ഷണം എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായി പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യരായ നാം പരിസ്ഥിതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്നു. അതിനാൽ ഓരോ വ്യക്തിയും നമ്മുടെ പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കോസസ് ഓഫ് എൻവയോൺമെൻ്റൽ ഡിസ്ട്രക്ഷൻ, പരിസ്ഥിതി നാശത്തിൻ്റെ കാരണങ്ങൾ. ഫസ്റ്റ് വൺ, ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വർധനവ്. ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓവർ എ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഈസ് കാൾഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ജനസംഖ്യാ വർധനവിനെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് പുട്സ് സ്ട്രെയിൻ on natural resources which results in degradation of our environment. പെട്ടെന്നുള്ള ഈ ജനസംഖ്യാ വർധനവ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ ബാധിക്കുകയും അത് പരിസ്ഥിതി നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മോർ പോപ്പുലേഷൻ സിംപ്ലി മീൻസ് മോർ ഡിമാൻഡ്സ് ഓൺ ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് ഷെൽട്ടർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനസംഖ്യാ വർധനവ് കൂടുന്തോറും ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയുടെ ആവശ്യവും കൂടി വരും. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഹാസ് ക്രിയേറ്റഡ് മെനി എൻവയോൺമെൻ്റൽ പ്രോബ്ലംസ് ലൈക്ക് അർബനൈസേഷൻ, ഡീഫോറസ്റ്റേഷൻ, ഓവർ ബർഡൻ ഓഫ് എനർജി യൂട്ടിലൈസേഷൻ, കെമിക്കൽ എമിഷൻ ഇൻ അറ്റ്മോസ്ഫിയർ ആൻഡ് സോ ഓൺ. ജനസംഖ്യാ വർധനവിലൂടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളായ നഗരവൽക്കരണം, വനനശീകരണം, അമിതമായ ഊർജ ഉപയോഗം, അന്തരീക്ഷത്തിലുണ്ടാവുന്ന കെമിക്കൽ എമിഷൻസ് ഇത്യാദി പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. സെക്കൻഡ് വൺ, പൊല്യൂഷൻ, മലിനീകരണം. പൊല്യൂഷൻ ഇൻ വാട്ടെവർ ഫോം, വെദർ ഇറ്റ് ഈസ് എയർ, വാട്ടർ, ലാൻഡ് ഓർ നോയ്സ്, ഈസ് ഹാംഫുൾ ഫോർ ദ എൻവയോൺമെൻറ്റ്. പൊല്യൂഷൻ അത് ഏത് രൂപത്തിലായാലും, എയർ പൊല്യൂഷൻ ആയാലും, വാട്ടർ പൊല്യൂഷൻ ആയാലും, നോയ്സ് പൊല്യൂഷൻ ആയാലും, ലാൻഡ് പൊല്യൂഷൻ ആയാലും അത് നമ്മുടെ പരിസ്ഥിതിക്ക് വളരെയധികം ദോഷകരമായ ഒന്നാണ്. എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം. Air can be considered polluted if it contains substances at concentrations high enough to produce measurable effect on man, animals, vegetation or materials. അന്തരീക്ഷത്തിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് വഴി ഉണ്ടാകുന്ന മലിനീകരണമാണ് അന്തരീക്ഷ മലിനീകരണം. മനുഷ്യരെയും ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഇത് ഭീഷണിയാകാനിടയുണ്ട്. വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ബൈ നാച്ചുറൽ പ്രോസസ് ആൻഡ് ആന്ത്രോജനിക് പ്രോസസ്സസ്. ദ മേജർ മാൻ-മെയ്ഡ് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ ആർ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ, സീവേജ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് തെർമൽ പ്ലാന്റ്സ്. കുളം, നദി, കായൽ, കടൽ തുടങ്ങിയ ജലാശയങ്ങൾ മലിനമാകുന്നതിലൂടെ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണമാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ജലാശയത്തിലേക്ക് കലർത്തുമ്പോഴാണ് ജലമലിനീകരണം ഉണ്ടാകുന്നത്. ലാൻഡ് പൊല്യൂഷൻ.
The contamination of land with solid waste, acid rain, excess of fertilizers, insecticides, and herbicides is called land pollution. The major sources of land pollution are industrial waste, urban waste, agricultural practices, radioactive materials, and chemicals. ഖരമാലിന്യങ്ങൾ, ആസിഡ് മഴ, അമിതമായ രാസവളത്തിൻ്റെ ഉപയോഗം, കീടനാശിനി ഉപയോഗം ഇവ മൂലം ഭൂമി മലിനമാകുന്നതിനെയാണ് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. വ്യാവസായിക മാലിന്യം, നഗരമാലിന്യം, കാർഷിക രീതികൾ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, രാസവസ്തുക്കൾ ഇവയൊക്കെയാണ് ലാൻഡ് പൊല്യൂഷൻ്റെ പ്രധാനമായ ഉറവിടങ്ങൾ. നോയിസ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം. The disturbance produced in our environment by the undesirable loud sounds of various kinds is called noise pollution. Noise pollution has an enormous environmental impact and does serious damage to wildlife. വളരെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങളാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസിനെയാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. പരിസ്ഥിതിക്കും അതുപോലെ തന്നെ വന്യജീവികൾക്കും ഗുരുതരമായ നാശങ്ങൾ ശബ്ദമലിനീകരണത്തിലൂടെ ഉണ്ടാകുന്നതാണ്. തേർഡ് വൺ, അർബനൈസേഷൻ, നഗരവൽക്കരണം. Urbanization refers to general increase in population of cities or expansion of the cities either through migration from rural areas to urban centers or the increase in population of urban centers. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരകേന്ദ്രങ്ങളിലേക്ക് കുടിയേറുന്നതിലൂടെ നഗരത്തിലെ ജനസംഖ്യയിലെ പൊതുവായ വർധനവിനെയാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. Due to the high population influx to urban centers cause many problems to the environment degradation due to more vehicles and industrialization, poor water quality, food insecurity, land insecurity, air pollution, noise pollution and excessive solid waste material. നഗരകേന്ദ്രങ്ങളിലേക്കുള്ള ഉയർന്ന ജനസംഖ്യ കാരണം കൂടുതൽ വാഹനങ്ങൾ, വ്യവസായവൽക്കരണം, ജലത്തിൻ്റെ ഗുണനിലവാരം, ഭക്ഷ്യ അരക്ഷിതാവസ്ഥ, ഭൂമിയിലെ അരക്ഷിതാവസ്ഥ, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, അമിതമായ ഖരമാലിന്യങ്ങൾ എന്നിവ കാരണം പരിസ്ഥിതി നശീകരണത്തിന് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഫോർത്ത് വൺ, ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപം. Global warming is the gradual increase in global temperatures caused by the emission of gases that trap the sun's heat in the Earth's atmosphere. Gases that contribute to global warming include carbon dioxide, methane, nitrous oxides, chlorofluorocarbons, and halocarbons. The carbon dioxide emissions are primarily caused by the use of fossil fuels of energy. മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റ് പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ടും ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്സ്, ക്ലോറോഫ്ലൂറോകാർബൺസ് ആൻഡ് ഹലോകാർബൺസ് തുടങ്ങിയവയുടെ അന്തരീക്ഷത്തിലുള്ള അളവ് വർദ്ധിക്കുന്നു. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിൻ്റെ പ്രതിഫലനത്തെ ഈ വാതകങ്ങൾ തടയുകയും ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. Deforestation is the process of clearing forest. വനനശീകരണം എന്ന് പറയുന്നത് വനത്തെ വെട്ടിമാറ്റുന്ന പ്രക്രിയയാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊമോട്ട് deforestation are expansion of agriculture, urbanization, industrialization, cattle grazing, etc. വനനശീകരണം പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യപ്രവർത്തനങ്ങളാണ് കാർഷിക വ്യാപനം, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, കന്നുകാലികളെ മേയ്ക്കുക തുടങ്ങിയവ. ഇറ്റ് ലീഡ്സ് ടു ഡ്രൗട്ട്, ഇറോഷൻ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇൻക്രീസ്ഡ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് വരൾച്ച, മണ്ണൊലിപ്പ്, ജൈവവൈവിധ്യ നഷ്ടം, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടിയ അളവ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്.
അടുത്തത് ലാൻഡ്ഫിൽസ്. Landfills come within the city due to large amount of waste that get generated by household, industries, factories and hospitals. വീടുകൾ, വ്യവസായങ്ങൾ, ഫാക്ടറികൾ, ആശുപത്രികൾ എന്നിവ വഴി ധാരാളം മാലിന്യങ്ങൾ ഉണ്ടാകുന്നതാണ് ലാൻഡ്ഫിൽസിന് കാരണം. It produce a foul smell when burned and cause substantial environmental degradation. ചപ്പുചവറുകൾ കത്തിക്കുമ്പോൾ ദുർഗന്ധം വമിക്കുകയും ഇത് പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. It pollute environment and destroy the beauty of the city. ഇത് എൻവയോൺമെന്റിനെ മലിനപ്പെടുത്തുകയും അതുവഴി നഗരത്തിന്റെ സൗന്ദര്യത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച്. Climate change is probably most well-known environmental issue. കാലാവസ്ഥാ വ്യതിയാനം മിക്കവാറും അറിയപ്പെടുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. It involves warming of the earth due to the greenhouse gases that we produce. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിതഗൃഹവാതകങ്ങൾ കാരണം ഭൂമിയെ ചൂടാക്കുന്നതാണ് ഇതിന് മെയിനായിട്ടും ഉൾപ്പെടുന്നത്. As CO2 level continue to rise due to human industry and transport, the temperature rises with it. മനുഷ്യ വ്യവസായവും ഗതാഗതവും കാരണം CO2വിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം താപനിലയും ഉയരുന്നു. This affect rising sea level, increased heat, drought, melting of ice sheet, warming of ocean surface. ഇത് സമുദ്രനിരപ്പ് ഉയരുന്നത്, ചൂട് കൂടുന്നത്, വരൾച്ച, ഐസ് പാളികൾ ഉരുകുന്നത്, സമുദ്രത്തിൻ്റെ ഉപരിതലം ചൂടാകുന്നത് എന്നിവയ്ക്ക് നയിക്കുന്നു. അടുത്ത് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഈസ് where the pollution in the atmosphere causes rain to be acidic instead of neutral. അന്തരീക്ഷ മലിനീകരണം മൂലം മഴ വളരെ അസിഡിസിറ്റി ആകുന്നതിനെയാണ് അമ്ലമഴ അഥവാ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. This can cause damage to buildings, forests, lakes and ecosystem. ഇത് കെട്ടിടം, വനങ്ങൾ, തടാകങ്ങൾ, പരിസ്ഥിതി വ്യവസ്ഥ എന്നിവയ്ക്ക് നാശമുണ്ടാക്കുന്നു. It is a common result of burning of fossil fuels. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 19 November 1986, Environment Protection Act came in force in the Parliament of India in the wake of Bhopal tragedy. പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത് 1986 നവംബർ 19. അതിന് കാരണമായി പറയുന്നത് 1984 ഭോപ്പാലിലെ ദുരന്തമാണ്. It is under Article 253 of the Indian Constitution. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 253 കീഴിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം വരുന്നത്. The Environmental Protection Act is mainly to the protection and development of the environment from the danger of human beings, other living beings, plants and property. മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പരിസ്ഥിതിയുടെ മാറ്റത്തെ തടയുക, പരിസ്ഥിതിയെ സംരക്ഷിച്ച് അവയെ വികസിപ്പിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. The Environmental Protection Act 1986 was passed with the following objectives. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻസ് വിച്ച് വെയർ മെയ്ഡ് അറ്റ് ദി UN കോൺഫറൻസ് ഹെൽഡ് അറ്റ് സ്റ്റോക്ക്ഹോം ഇൻ ജൂൺ 1972. സ്റ്റോക്ക്ഹോമിൽ 1972 ജൂണിൽ
നടന്ന ഐക്യരാഷ്ട്ര സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. രണ്ടാമത്തെ ലക്ഷ്യം ടു ഇനാക്ട് ജനറൽ ലോസ് ഫോർ എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ പാസാക്കുക. മൂന്നാമത്തേത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. അടുത്ത നിയമം എന്ന് പറയുന്നത് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980, വനസംരക്ഷണ നിയമം, പാസാക്കിയ വർഷം 1980. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്, വനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് മരങ്ങൾ വെട്ടിനശിപ്പിക്കൽ, നിയമവിരുദ്ധ വനവിഭവ ചൂഷണം എന്നിവയിൽ നിന്നൊക്കെയുള്ള വനത്തിൻ്റെ സംരക്ഷണമാണ് വനസംരക്ഷണ നിയമം വഴി ഉറപ്പു നൽകുന്നത്. ഇറ്റ് കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, റിസർവ്ഡ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് എനി ഫോറസ്റ്റഡ് ലാൻഡ്. എല്ലാ വനമേഖലയും നിയമത്തിനുള്ളിൽ ഉൾപ്പെടുന്നു. പ്രിവെൻറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ഡൈവേർഷൻ ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്ട്രി പർപ്പസസ്. വനസംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത് വനമേഖലയെ വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയുക, അതായത് വനനശീകരണം, അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് തടയുക എന്നതാണ് വനസംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 25 ഒക്ടോബർ 1980. വനസംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1980 ഒക്ടോബർ 25-നാണ്. സാലിയൻ ഫീച്ചേഴ്സ്, ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂസ് ഫോറസ്റ്റ് ഫോർ ഫോറസ്ട്രി ഓൺലി. സംസ്ഥാന സർക്കാർ വനത്തെ വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാതെ വനമായി പരിപാലിക്കുക. അടുത്തത് ഇഫ് വാണ്ട്സ് ടു യൂസ് ഫോർ അതർ പർപ്പസസ് ഇറ്റ് ഹാസ് ടു ടേക്ക് അപ്രൂവൽ. വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ആവശ്യമാണ്. മൂന്നാമത്തേത് പ്രൊവിഷൻ ഫോർ കൺസർവേഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്. എല്ലാത്തരം വനങ്ങളുടെയും സംരക്ഷണവും വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നു. Any illegal non-forestry activity within a forest can be immediately stopped. നിയമവിരുദ്ധ വനേതര പ്രവർത്തനങ്ങൾക്ക് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വന്യജീവി സംരക്ഷണ നിയമം, നിലവിൽ വന്ന വർഷം 1972. The Wildlife Protection Act 1972 is an act of the Parliament of India enacted on 9th September 1972. വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കുന്നത് 1972 സെപ്റ്റംബർ 9-നാണ്. It provides protection for wild animals, birds and plants and for matters connected with therewith or ancillary. വന്യജീവികളുടെയും പക്ഷികളുടെയും സസ്യങ്ങളുടെയും അതുപോലെ തന്നെ അനുബന്ധ വിഷയങ്ങളുടെയൊക്കെ സംരക്ഷണം ഈ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. Water Prevention and Control of Pollution Act 1974. Water Act 1974 aims to prevent and control water pollution. Pollution control boards were created, who are responsible for implementation of its provisions. One of the important provisions of the Water Act 1974 is to maintain and restore the wholesomeness of our aquatic resources. ജലമലിനീകരണം ഇല്ലാതാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് വാട്ടർ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം. മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ ഉണ്ടാക്കി ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ മലിനീകരണ നിയന്ത്രണ ബോർഡുകളിലൂടെ നടപ്പിലാക്കുന്നു. ജലസ്രോതസ്സുകളുടെ പൂർണ്ണത നിലനിർത്തുകയും പുനഃസ്ഥാപിക്കുകയുമാണ് വാട്ടർ ആക്ടിലൂടെ ചെയ്യുന്നത്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. This is an act to provide for the prevention and control and abatement of air pollution through various management guidelines and restrictions. One of the prime objectives of this act is carrying out the purposes mentioned above by assigning a set of responsibilities, power and functions to the boards
for the prevention and control of air pollution. വ്യത്യസ്ത മാർഗനിർദ്ദേശങ്ങളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും വായു മലിനീകരണം ഇല്ലാതാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് എയർ ആക്ടിന്റെ ലക്ഷ്യം. മലിനീകരണ നിയന്ത്രണ ബോർഡിലൂടെ അവരുടെ പവർ, ഫങ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഇവയെല്ലാം ഉപയോഗിച്ച് മലിനീകരണം നിയന്ത്രിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Sustainable development is development that meets the need of the present without compromising the ability of future generation to meet their own needs. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള പര്യാപ്തതയ്ക്ക് വിട്ടുവീഴ്ചയില്ലാതെ ഈ തലമുറയുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഉതകും വിധമുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ഗ്രോ ഹാർലം ബ്രൂട്ട്ലാൻഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് the concept of sustainable development in 1987. He was then the Prime Minister of Norway and Chairman of the World Commission of Environment and Development. 1987 നോർവേയുടെ പ്രൈം മിനിസ്റ്ററും വേൾഡ് കമ്മീഷൻ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ചെയർമാനുമായിരുന്ന ഗ്രോ ഹാർലം ബ്രൂട്ട്ലാൻഡാണ് സുസ്ഥിര വികസനം എന്ന സങ്കല്പം വികസിപ്പിച്ചെടുത്തത്. The aim of sustainable development is to balance our economic, environmental and social needs, allowing prosperity for now and future generation. സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികവും പാരിസ്ഥിതികവും സാമൂഹികവുമായ ആവശ്യങ്ങളെ ഒരു സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും വിഭവങ്ങളെ ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കുമായി കരുതുക എന്നതുമാണ്. Other aims: maximizing the probability of achieving sustainable development. സുസ്ഥിര വികസനത്തിനുള്ള സാധ്യതകൾ വിപുലപ്പെടുത്തുക. മിനിമൈസിംഗ് ദ ചാൻസ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ. സാമൂഹിക ജീർണതയ്ക്കുള്ള സാധ്യതകൾ കുറയ്ക്കുക. ഒബ്ജക്റ്റീവ്: ടു പ്രൊവൈഡ് ദ ഇക്കണോമിക് വെൽബീയിങ് ടു ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ, ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി എൻവിറോൺമെൻറ്റ് ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. സാമൂഹിക സുരക്ഷിതത്വം വർത്തമാന സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും ഉറപ്പുവരുത്തുക. ആരോഗ്യകരമായ പരിസ്ഥിതി നിലനിർത്തി കൊണ്ടുപോവുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. UN 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഡോപ്റ്റ് ചെയ്തത്. 2015 ലോകരാജ്യങ്ങൾ എല്ലാം ഈ അജണ്ട സ്വീകരിച്ചത്. എങ്കിലും ഇത് നടപ്പിലാക്കേണ്ടുന്ന സമയം 2016 മുതൽ 2030 വരെയാണ്. UN അംഗങ്ങൾ ആയിട്ടുള്ള എല്ലാവരും UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് ന്യൂയോർക്കിൽ 2015 സെപ്റ്റംബറിൽ ജനറൽ അസംബ്ലിയുടെ ഒരു മീറ്റിംഗിൽ ഈ പ്രമേയത്തെ 193 കൺട്രീസും അംഗീകരിക്കുകയുണ്ടായി. 17 ഗോളും അത് എത്തിച്ചേരേണ്ട 169 ടാർജറ്റും ഈ ടാർജറ്റ് മെഷർ ചെയ്യുവാനുള്ള 232 ഇൻഡിക്കേറ്റേഴ്സും സസ്റ്റൈനബിൾ ഗോളിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭാവിയെ കരുതുവാനായി ഭാവിക്ക് വേണ്ടി കരുതി വെച്ചു കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉദ്ദേശിക്കുന്നത്. ഈ ഗോളുകൾ ചിലത് എക്കണോമിയുമായി റിലേറ്റഡ് ആണ്, മറ്റു ചിലത് സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്, മറ്റു ചിലത് എൻവയോൺമെൻറ്റുമായി റിലേറ്റഡ് ആണ്. ഈ 3 കാര്യങ്ങൾ ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ലെറ്റ് us discuss about different sustainable goals. Number 1, no poverty. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. രാജ്യത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി തന്നെ നമ്മുടെ രാജ്യത്ത്
പല പോവേർട്ടി അലീവേഷൻ പ്രോഗ്രാംസും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് സീറോ ഹങ്കർ. വിശപ്പ് ഇല്ലാതാക്കാൻ ആണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കൊണ്ട് ഇതിന് കഴിയുന്നത് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാനും ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉപയോഗിക്കാനും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിലൂടെ നമുക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ദ തേർഡ് വൺ ഈസ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. വാക്സിനേഷനിലൂടെയും പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പിലൂടെയും ഹെൽത്തി ആൻഡ് ടൈഡി ലൈഫ് സ്റ്റൈലിലൂടെയും ഒക്കെ നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഫോർത്ത് ഗോൾ ഈസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞ ഈ 3 ഗോൾസും അച്ചീവ് ചെയ്തതിന് ശേഷം മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ദ ഫിഫ്ത്ത് വൺ ഈസ് ജെൻഡർ ഇക്വാലിറ്റി. ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി നേടാനും സാധിക്കും. ദ സിക്സ്ത് ഗോൾ ഈസ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. നമുക്കുള്ള ജലസ്രോതസ്സുകളെ സൂക്ഷിക്കാനും അതിനെ സംരക്ഷിക്കുവാനുമുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വാട്ടർ വേസ്റ്റ് ആക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. ദ സെവൻത് വൺ ഈസ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. കൽക്കരി അതുപോലെ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള എനർജി സോഴ്സസ് ഒഴിവാക്കി സോളാർ, ടൈഡൽ, ജിയോതെർമൽ എനർജി ഇതുപോലെ ഉള്ള ക്ലീൻ ആയിട്ടുള്ള എനർജിയിലേക്കും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള എനർജിയിലേക്കും മാറുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എയ്ത്ത് വൺ ഈസ് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കുക, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് എല്ലാവർക്കും മാന്യമായ ജോലിയും ഉറപ്പാക്കുക. അതോടൊപ്പം എക്കണോമിക് ഗ്രോത്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നയൻത് വൺ ഈസ് ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുക, അവിടെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐഡിയാസും അതിനെ നിലനിർത്തുവാൻ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10th ഗോൾ ഈസ് റെഡ്യൂസ് ഇന്നിക്വാലിറ്റീസ്. സമൂഹത്തിൽ പല രീതിയിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ജാതിയുടെ പേരിലാകാം, മതങ്ങൾ തമ്മിലാകാം, രാജ്യങ്ങൾ തമ്മിലാകാം. ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11th വൺ ഈസ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ കമ്മ്യൂണിറ്റീസ് ആൻഡ് സിറ്റീസിനെ സസ്റ്റൈനബിൾ ആക്കണം. അതിനായി നമുക്ക് നല്ല രീതിയിലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാകണം. നമ്മുടെ എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിലുള്ള വിഭവങ്ങളെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സിറ്റീസിനെ കമ്മ്യൂണിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 12th വൺ ഈസ് റെസ്പോൺസിബിൾ കൺസംപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. നമുക്കുള്ള വിഭവങ്ങളെ അധികമായി ചൂഷണം ചെയ്യാതെ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. 13th ഗോൾ ഈസ് ക്ലൈമറ്റ് ആക്ഷൻ. പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും മനുഷ്യൻ്റെ വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കുക. 14th ഗോൾ ഈസ് ലൈഫ് ബിലോ വാട്ടർ. സമുദ്രത്തിനടിയിലും വാട്ടർ ബോഡീസിലുമുള്ള ജീവനെ നിലനിർത്തുക. നമുക്കുള്ള ജലസ്രോതസ്സുകളെ മലിനീകരിക്കാതെ അതിനെ നമ്മൾ സംരക്ഷിക്കുക. അതിലൂടെ അതിലെ ജീവനെ നിലനിർത്തുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 15th വൺ ഈസ് ലൈഫ് ഓൺ ലാൻഡ്. നമുക്ക് നൽകിയിരിക്കുന്ന ഭൂമിയെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുക. ചെടികൾ നട്ടുപിടിപ്പിക്കുക മാത്രമല്ല അതിനെ വളർത്തിയെടുക്കുവാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ലാൻഡിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 16th വൺ ഈസ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പീസ്, ജസ്റ്റിസ്
ഇതൊക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അതിലൂടെ ലോകസമാധാനം രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും ഉണ്ടാക്കിയെടുക്കുക. 17th സസ്റ്റൈനബിൾ ഗോൾ ഈസ് പാർട്ട്ണർഷിപ്പ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുകയും നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. Role of NGOs and government in sustainable development. Role of NGOs. They can contribute significantly by undertaking research and publication on environment and development related issues. The importance of NGOs' involvement in environmental protection is acknowledged worldwide. പ്രകൃതി സംരക്ഷണവും വികസനം എന്നീ മേഖലകളായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ NGOയ്ക്ക് അവരുടെ റിസർച്ച്, പബ്ലിക്കേഷൻ, ആക്ഷൻ എന്നിവയിലൂടെയെല്ലാം ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. പ്രകൃതി സംരക്ഷണത്തിൽ NGOയുടെ പങ്ക് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. KSSP is a people's science movement in Kerala founded in 1962. Over the past 4 decades, it has grown into a mass movement with a membership over 40,000 and distributed in more than 2,000 units spread all over Kerala. First environmental protection seminar held by it in collaboration with the now defunct Cochin Science Society in 1972. KSSP 1962 ആരംഭിച്ചു. 4 ദശകങ്ങൾക്കുള്ളിൽ തന്നെ 40,000 മെമ്പർഷിപ്പും 2,000 യൂണിറ്റും കേരളത്തിൽ ഇതിന് വ്യാപിച്ചു. 1972 ആദ്യത്തെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ സെമിനാർ നടന്നു. In 1974, the first field level investigation were conducted on a complaint about pollution of groundwater due to effluents from a thread mill, Madurai courts. 1974 ആദ്യത്തെ ഫീൽഡ് ലെവൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അത് മധുരയിലെ ത്രെഡ് മില്ലിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളാൽ അവിടുത്തെ ജലമലിനീകരണം നടന്ന എന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു. ആ വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ആദ്യത്തെ ഫീൽഡ് ലെവൽ ഇൻവെസ്റ്റിഗേഷൻ. KSSP has played a cardinal role in developing an environmental consciousness amongst the people of Kerala. ജനങ്ങളിൽ പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ച് ബോധം ഉളവാക്കാൻ കഴിഞ്ഞതിൽ KSSPക്ക് വലിയൊരു പങ്കുണ്ട്. Balyapal. Balyapal in Odisha became the center of controversy when the government of India decided to set up a missile testing range zone. The area was very fertile and with very thick population. The people's resistance was strong, so no government officer even could enter the area. ഗവൺമെൻറ്റിൻ്റെ ഒരു മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ച് ബാലിയാപാലിൽ തുടങ്ങാൻ തീരുമാനിച്ചതിലൂടെ ഒറീസയിലെ ബാലിയാപാൽ എന്ന പ്രദേശം ഒരു തർക്ക പ്രദേശമായി മാറി. ആ പ്രദേശം വളരെയധികം ഫലഭൂയിഷ്ഠമുള്ളതും ജനസംഖ്യ കൂടിയതുമായിരുന്നു. അതിനാൽ തന്നെ അവിടെയുള്ള ജനങ്ങൾ ഇതിനെതിരെയായിരുന്നു. ജനങ്ങളുടെ എതിർപ്പ് മൂലം ആ പ്രദേശത്തേക്ക് ഒരു ഗവൺമെൻറ് ഓഫീസർക്ക് പോലും എത്താൻ സാധിച്ചില്ല. Wildlife Preservation Society of India. It is founded in Dehradun in 1958.
ഇത് 1958 ഡെറാഡൂണിലാണ് ആരംഭിക്കുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഇൻട്രസ്റ്റ് ഇൻ വൈൽഡ് ലൈഫ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് മെയിൻറ്റെയിൻസ്. ഇത് വൈൽഡ് ലൈഫ് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളാണ്. Another non-governmental agencies for sustainable development: Greenpeace India, Foundation for Ecological Security, World Watch Institute, Exnora International. Role of government. Government play a key role in achieving the development goals and targets through setting and implementing quality policy framework, regulating the discharge of pollution into the environment, wastewater management, recycling and reuse, environment protection laws and acts. For example, Forest Conservation Act 1980, Water Pollution Prevention and Control Act 1974. സുസ്ഥിര വികസനത്തിൽ ഗവൺമെൻറ്റിനും വളരെ വലിയ പങ്കുണ്ട്. ആ പങ്ക് പ്രധാനമായും നടത്തുന്നത് അവരുടെ വിവിധ തരം പദ്ധതികളിലൂടെയും അതുപോലെ തന്നെ നയങ്ങളിലൂടെയുമാണ്. ഉദാഹരണം, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്കും പ്രകൃതിയിലേക്കും മലിനീകരണം പുറന്തള്ളപ്പെടുന്നത് ക്രമീകരിക്കുക, അതുപോലെ തന്നെ ക്വാളിറ്റി പോളിസി ഫ്രെയിംവർക്ക്, അതായത് വാട്ടർ ക്വാളിറ്റി, സോയിൽ ക്വാളിറ്റി, അത്തരത്തിലുള്ള ക്വാളിറ്റി പോളിസി ഫ്രെയിംവർക്ക്സ്, അതുപോലെ തന്നെ റീസൈക്ലിംഗ് ആൻഡ് റീയൂസ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോസ് ആൻഡ് ആക്ട്സ്, ഇവയെല്ലാം ഗവൺമെൻറ്റിൻ്റെ റോളിനെ കാണിക്കുന്നവയാണ്. സമഗ്രവും സമീകൃതവുമായ പ്രപഞ്ച ജീവിത ഘടന അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ്. അതിൻ്റെ ദോഷങ്ങൾ നമ്മുടെ കൊച്ചു കേരളവും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കാട്ടുതീയും വരൾച്ചയും ഇന്ന് സർവ്വസാധാരണമായി മാറുന്നു. പരിസ്ഥിതി നശീകരണമാണ് ഇന്നുണ്ടാകുന്ന പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം. ഈ പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്ത് കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസവ്യവസ്ഥ ഇല്ലാതാക്കി നദികളും അരുവികളും തടഞ്ഞു നിർത്തി വയലുകളും തടാകങ്ങളും മണ്ണിട്ട് നികത്തി നാം വൻ കെട്ടിടങ്ങളും മറ്റും കെട്ടിപ്പൊക്കി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി. വികസനമെന്ന പേരിൽ കാടും നദികളും കയ്യേറി. എന്നാൽ പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നശിപ്പിച്ചിട്ട് നാം എന്തു നേടി? പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഇന്ന് ലോകം മുഴുവൻ ഒരു വൈറസിന് മുൻപിൽ പകച്ചു നിൽക്കുന്നു. എല്ലാത്തിനും പൂട്ടിട്ട് മനുഷ്യർ മുഴുവൻ വീടിനുള്ളിൽ അടച്ചിരുന്നപ്പോൾ നമ്മുടെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റം വളരെ പ്രകടമായിരുന്നു. വായുമലിനീകരണവും ജലമലിനീകരണവും കുറഞ്ഞു. പക്ഷികളും മൃഗങ്ങളും സ്വതന്ത്രരായി വിഹരിക്കുന്നു. അപ്പോൾ മനുഷ്യനാണ് ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ ശത്രു. ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ അന്തരീക്ഷവും നമുക്കെന്ന പോലെ പക്ഷിമൃഗാദികൾക്കും അവകാശപ്പെട്ടതാണ്. അത് സാധ്യമാകണമെങ്കിൽ എല്ലാ ജീവികളും പരസ്പരം പൂരകങ്ങളായി ജീവിക്കണം. നമ്മുടെ പ്രകൃതിയെ വാസയോഗ്യവും സമ്പന്നവുമാക്കുന്നതിൽ ജൈവ വൈവിധ്യത്തിന് വലിയ പങ്കാണുള്ളത്. ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ജീവനുണ്ടെന്നതാണ്. ജീവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ വൈവിധ്യങ്ങളുണ്ടെന്നതും. ഒരു ജീവിക്കും പകരമാകില്ല മറ്റൊന്ന്. പ്രകൃതി പകരക്കാരനില്ലാത്ത ഒരു ശൃംഖലയാണ്. ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന ബാക്ടീരിയകൾ പോലും ഈ ശൃംഖലയുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.